ആനയും കാട്ടുപോത്തും പുലിയും എല്ലാമുള്ള കൊടും കാടിന് നടുവിലാണ് കുറത്തിക്കുടി എന്ന് പറയുന്ന ട്രൈബൽ സെറ്റിൽമെന്റ്. മാമലക്കണ്ടത്ത് നിന്നും മാങ്കുളത്തേക്ക് വരുന്ന രാജപാതയുണ്ട്. കാടിനുള്ളിലൂടെ ഒരു കാട്ടുവഴി, അതിന് നടുവിലാണ് ഈ ഒരു ഗ്രാമം വരുന്നത്. അവിടത്തേക്ക് ബസ്സുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ ഈ ഒരു KSRTC ബസ് അങ്ങോട്ട് പോവും. അവിടത്തേക്കുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളും, ലോകത്ത് ഏറ്റവും അടുത്ത് കാട്ടാനകളെ കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ്, നമ്മുടെ ആനക്കുളം. അവിടെ പോയിട്ട് മതിയാവോളം ആനയെയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതാ ഈ ഒരു കോട്ടേജിനകത്ത് സ്റ്റേയും ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ വിട്ടാലോ? വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ അടിമാലി ബസ് സ്റ്റാൻഡിലാണ്. ഈ ഒരു ബസ് സ്റ്റാൻഡ് കാണാൻ ശരിക്കും നല്ല ഭംഗിയാണ്. മുൻഭാഗത്ത് മലയും പാറയും ഒക്കെ ഇതേപോലെ ഇങ്ങനെ കാണാം. ഇവിടുന്ന് 2 മണിക്കാണ് നമുക്ക് പോകാനുള്ള ബസ്. നമ്മളിപ്പം പോകുന്നത് മൂന്നാറിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ്. ഇതിലെയൊക്കെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ടിക്കറ്റ് ഇതാ കിട്ടിയിട്ടുണ്ട്. 63 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. നമ്മൾ പോകുന്ന റൂട്ട് അടിമാലിയിൽ നിന്നും കല്ലാറ് പോയിട്ട് പിന്നെ മാങ്കുളത്ത് നിന്നും ആനക്കുളത്തേക്ക് പോകുന്ന റൂട്ടിലെ പെരുമ്പൻകുത്ത് വാട്ടർഫാൾ ഉണ്ട്. ആ റൂട്ടിൽ പോയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തുക. എന്തായാലും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇവിടെയൊക്കെ റോഡിൻ്റെ പണി അത്യാവശ്യം നല്ല പോലെ നടക്കുന്നുണ്ട്. ഈ ഒരു മതിലൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് മതിലൊക്കെ ഇടിച്ച് താഴ്ത്തുന്നത്. മഴക്കാലത്ത് ഈ ഒരു മലയും കുന്നുമൊക്കെ ഇടിഞ്ഞങ്ങ് വീണാലേ പണ്ട് ലോറിക്കുള്ളിൽ കുടുങ്ങിയ അർജുൻ്റെ ഒരു കഥ ഓർമ്മയില്ലേ, അതേപോലെ വീണ്ടും ഇവിടെയൊക്കെ സംഭവിക്കും. കാരണം അത്രയ്ക്കും വലിയ മലയാണ് ഇതേപോലെ ഇടിച്ച് താഴ്ത്തിയിട്ടുള്ളത്. അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മൾ കല്ലാറിലെത്തി. നേരെ പോയാൽ മൂന്നാറാണ്, ലെഫ്റ്റിലേക്കാണ് നമ്മൾ തിരിയുന്നത് മാങ്കുളം റൂട്ടിലേക്ക്. ഇവിടുന്ന് 17 കിലോമീറ്ററാണ് മാങ്കുളത്തേക്കുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കുത്തനെയുള്ള കയറ്റവും അതേപോലെ തന്നെ കൊടും വളവും ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത ഇറക്കാണ്. നമ്മളിപ്പം പോകുന്ന ഗ്രാമത്തിലേക്ക് ബസ്സുകളൊന്നും ഇല്ലായിരുന്നു. അവിടുത്തെ ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഓട്ടോയോ ഇല്ലെങ്കിൽ ജീപ്പോ ഒക്കെ ആയിരുന്നു ആശ്രയം. പക്ഷേ ഈ ഒരു KSRTC ബസ് ഇപ്പം കുറച്ച് ദിവസമായി അങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട്. അവിടെ ഒരുപാട് ആളുകളൊന്നും താമസിക്കുന്നില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. പക്ഷേ അവിടേക്ക് ഇതേപോലത്തെ ഒരു ബസ് സർവീസ് നടത്തുക എന്ന് പറഞ്ഞാലേ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതേപോലെ കാടിനുള്ളിൽ കിടക്കുന്ന ഒരുപാട് ഗ്രാമത്തിനുള്ളിലേക്കൊക്കെ ഇങ്ങനെ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇത് വലിയ ലാഭമുള്ള പരിപാടിയായിട്ടൊന്നുമല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സർവീസാണ്. നമ്മളീ പോകുന്ന റൂട്ട് കാണാൻ ശരിക്കും നല്ല ഭംഗിയാണ്. 2 ഭാഗത്തും ഏലത്തോട്ടവും കാടും പുഴയും പാലങ്ങളും അങ്ങനെ ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമാണ് മുൻപോട്ട് കാണാനുള്ളത്. അത്യാവശ്യം നല്ല വളവും തിരിവും ഉണ്ട്, അത്യാവശ്യം കയറ്റങ്ങളും ഉണ്ട്. മുൻപോട്ടെത്തിയാൽ നല്ല ഇറക്കങ്ങളും വരുന്നുണ്ട്. നമ്മൾ ഉച്ച കഴിഞ്ഞ സമയത്താണ് യാത്ര ചെയ്യുന്നതെങ്കിലും ആ ഒരു ചൂടൊന്നും ഇല്ല. ഇവിടെ എത്തുന്ന സമയത്തൊരു തണുത്ത കാറ്റാണ് വരുന്നത്. നമ്മളിപ്പം പോകുന്ന ഗ്രാമത്തിലേക്കും അതിനപ്പുറത്തേക്കും ഒന്നും നമ്മുടെ വണ്ടി എടുത്ത് പോകാൻ പെർമിഷനും കാര്യങ്ങളും ഒന്നുമില്ല. വേറൊന്നുമല്ല, കാടാണ്. മാമലക്കണ്ടത്ത് നിന്നും മാങ്കുളത്തേക്ക് വരുന്നൊരു രാജപാതയുണ്ട്. അതായത് കാടിനുള്ളിലൂടെ ഒരു റോഡുണ്ട്. പക്ഷേ നമുക്കതിൽ പോകാൻ പെർമിഷനും കാര്യങ്ങളും ഒന്നുമില്ല. മൊത്തമായിട്ട് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം നല്ല പോലെ മൃഗങ്ങളും ഉണ്ട്. ഇപ്പം എല്ലാ ആളുകളും പോകുന്ന ഒരു സ്ഥലമാണ് ആനക്കുളം. വേറൊന്നുമല്ല, ഈ ഒരു സമയത്ത് അവിടെ ഏതൊരു സമയത്ത് പോയാലും ആനകളെ കാണാൻ പറ്റും. കാട്ടാനകളെ തൊട്ടടുത്ത് വന്ന് വെള്ളം കുടിക്കുന്നത് ഒരുപാട് സമയം കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം മാത്രമാണുള്ളത് ലോകത്ത്. അതാണ് നമ്മുടെ ആനക്കുളം.
നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആനക്കുളത്തേക്ക് മാപ്പ് വെച്ചിട്ട് വരികയാണെങ്കിലേ ചിലപ്പോൾ മാമലക്കണ്ടം റൂട്ടായിരിക്കും കാണിക്കുക. അതായത് മാമലക്കണ്ടത്ത് പോയിട്ട് നമ്മൾ കാടിനുള്ളിലൂടെ ഒരു രാജപാത ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷേ മാമലക്കണ്ടത്ത് നിന്നും നമുക്ക് മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കും ഒന്നും ആ ഒരു വഴിയിൽ വരാൻ പറ്റില്ല. നിങ്ങൾ എവിടുന്ന് വരികയാണെങ്കിലും അടിമാലി, കല്ലാറ്, മാങ്കുളം, ആനക്കുളം അങ്ങനെ കയറിയിട്ട് വരികയാണ് നല്ലത്. മറ്റ് നമ്മൾ കുറച്ച് ചുറ്റിക്കറങ്ങിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. പിന്നെ മാമലക്കണ്ടം സ്കൂളും അവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു റൂട്ടിൽ പോകുന്നതാണ് നല്ലത്. പക്ഷേ മഴക്കാലത്താണ് അങ്ങോട്ടൊക്കെ പോകാനും അവിടുത്തെ കാഴ്ചകൾ കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ളത്. അങ്ങനെ ഏലത്തോട്ടവും കാടും ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പം തേയിലത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു റൂട്ടാണിത്. ഇത്രയും നേരം നല്ല കയറ്റം കയറിയിട്ടാണ് നമ്മൾ വന്നത്. ഇനി ഇവിടുന്ന് താഴോട്ട് ഇതേപോലെ ഇറക്കാണ്. ഈ ഒരു ഇറക്കം ഇറങ്ങിയിട്ട് നമ്മൾ എത്തുന്നത് മാങ്കുളത്തേക്കാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ മൂന്നാറിലെത്താം. മൂന്നാറിൽ ഏറ്റവും ഭംഗിയായിട്ട് തേയിലത്തോട്ടം കാണാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. ആ ഒരു എസ്റ്റേറ്റിനുള്ളിലൂടെ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് മൂന്നാറിലെ KSRTC ബസ് സ്റ്റാൻഡില്ലേ, അതിൻ്റെ മുൻഭാഗത്തേക്ക് എത്തുന്ന റോഡില്ലേ, അവിടേക്കാണ് നമ്മൾ എത്തുക. മാങ്കുളത്തേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാവാൻ ഈ ഒരു പാറ ഓർത്ത് വെച്ചാൽ മതി. അതിൻ്റെ മുകളിലൊരു കുരിശുണ്ട്. അങ്ങനെ മാങ്കുളം അങ്ങാടിയും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആനക്കുളത്തേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് താഴോട്ടും നല്ല ഇറക്കാണ്. ബസ്സിനകത്തൊക്കെ ആളുകൾ വളരെ കുറവാണ്. ഈ ഒരു സമയത്ത് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ മുൻപോട്ട് വന്ന് പെരുമ്പൻകുത്ത്. ഇവിടുന്ന് നേരെ പോയാലാണ് പെരുമ്പൻകുത്ത് വാട്ടർഫാൾ. ലെഫ്റ്റിലേക്ക് പോയാലാണ് ആനക്കുളം. നമ്മൾ പോകുന്നത് പെരുമ്പൻകുത്ത് വാട്ടർഫാളിൻ്റെ അതേ റൂട്ടിൽ തന്നെയാണ്. ഇവിടെയൊക്കെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. മഴക്കാലത്ത് ഒരു രക്ഷയില്ലാത്ത വാട്ടർഫാളാണ്. അങ്ങനെ മുൻപോട്ട് വന്നതാ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് പെരുമ്പൻകുത്ത് വാട്ടർഫാൾ ഉള്ളത്. ഈ ഒരു പാലം കണ്ടോ, ഇതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ പാലമുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള പാലം. അതും ഇപ്പം ഓക്കെയാണ്. ഈ ഒരു പാലം കടന്നാൽ പിന്നെ ഇതേപോലെയാണ്. രണ്ട് ഭാഗത്തും ഈറ്റക്കാടുകളാണ്. അതായത് ഇതിനുള്ളിലൊക്കെ ചിലപ്പം ആനകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. പക്ഷെ അവരെല്ലാം കാടിനുള്ളിലാണ്. നമ്മളെ ബസ് നിർത്തുന്ന സ്ഥലത്ത് നിന്നും വീണ്ടും ഒരുപാട് ദൂരം നടന്നു പോയിട്ട് വേണം അവരുടെ ഊരിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു ബസ് പോകുന്ന സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ നമുക്ക് പോകാമല്ലോ. ഈ ഒരു റൂട്ടിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ഭാഗത്തും പാറകളാണ്. അതിനിടയിലൂടെ KSRTC ബസ് ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ.
അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്ന് ഇവിടുത്തെ അറ്റം മാത്രമാണ് ബസ് വരിക. ഇവിടുന്ന് അങ്ങോട്ട് കുറേ ദൂരം നടന്നു പോയിട്ടാണ് ഇവിടുത്തെ ട്രൈബൽ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ബസ് നിർത്തുന്നതിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇന്ന് വരെ കാണാത്ത സ്ഥലമായതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല, ബസ് പെട്ടെന്ന് തന്നെ എടുക്കും. ഈ ഒരു സ്ഥലത്ത് നിന്നും പുറത്തേക്ക് നമുക്ക് പിന്നീട് പോവാം എന്ന് വിചാരിച്ചാൽ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഇവിടുന്ന് കുറച്ച് മുൻപോട്ട് ഒരു പവർ ഹൗസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഒരു റൂട്ടിൽ നേരെ പോയാൽ മാമലക്കണ്ടത്തെത്തും. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പെർമിഷനും കാര്യങ്ങളും ഒന്നുമില്ല, ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ അവർ പറയാതെയോ അവരെ പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറിയാൽ നല്ല പണി കിട്ടും. ബസ് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് തന്നെ പോയിട്ടേ ഇനി നമ്മൾ പോകുന്നത് ആനക്കുളത്തേക്കാണ്. അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മളിവിടെ ബസ് ഇറങ്ങും. ഇവിടുന്ന് താഴോട്ട് കാണുന്ന റോഡ് കണ്ടോ, അതിലെയാണ് പോകേണ്ടത്. എന്തായാലും നമ്മൾ വന്ന ബസ് നേരെ അടിമാലിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കുറച്ച് സമയം ഇവിടെ നിന്നപ്പോഴേക്കും നമുക്ക് ആനക്കുളത്തേക്ക് പോകാനുള്ള ബസ് ഇതാ വന്നിട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ടും നല്ല ഇറക്കം തന്നെയാണ്, പക്ഷേ നല്ല ഭംഗിയുള്ള ഫ്രെയിമുകളുണ്ട്. എന്തായാലും അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഈ ഒരു ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ ആനക്കുളത്തേക്കാണ്. ഇതൊരു വലിയ അങ്ങാടിയോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളും വിദേശികളും വരുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഈ ഒരു ആനക്കുളം. വേറൊന്നുമല്ല, ആ കാണുന്ന പുഴ കണ്ടോ, അവിടെ ആനകൾ വരും. നമ്മളിപ്പം നിൽക്കുന്നത് ആനക്കുളത്താണ്, അതായത് ഇടുക്കി ജില്ലയിൽ. ആനകൾ ഇറങ്ങി വരുന്നത് എറണാകുളത്ത് നിന്നാണ്. ഈ ഒരു സമയത്ത് ആനകളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പുഴയുടെ ഭാഗത്തേക്കൊക്കെ വരാനും പറ്റും. ഈ ഒരു ഭാഗത്താണ് ആനകൾ വന്ന് വെള്ളം കുടിക്കുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ കുമിളകൾ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു വെള്ളത്തിന് ഉപ്പുരസമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നിവിടെ സ്റ്റേ ചെയ്യാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടേജിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഇവിടേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് ആനയെ കണ്ട് തിരിച്ചു പോവാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരരുത്. എപ്പോഴാണ് ആനകൾ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ വാട്ടർഫാൾ ഉണ്ട്, ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്കൊരു ഓഫ് റോഡ് ജീപ്പ് സഫാരി ഉണ്ട്, അത് വേറെ ലെവലാണ്. പിന്നെ അഡ്വഞ്ചറാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതിനുള്ള സെറ്റപ്പും ഇവിടെ ഉണ്ട്. നിങ്ങളൊരു 35-40 പേര് ഒരുമിച്ച് വന്നാലും ഈ ഒരു പ്രോപ്പർട്ടിയിലെ നമ്മുടെ പെപ്പർലാൻഡിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. 4 റൂമുകളുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം, ഇനി AC റൂം വേണമെങ്കിൽ അതുമുണ്ട്. മുകളിൽ ഡോർമെട്രി ആണ്, അതുകൊണ്ട് നിറന്നങ്ങ് കിടക്കാം. ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പും ബാർബിക്യൂവും പിന്നെ ഇതാ കിച്ചണും ഇവിടെയുണ്ട്. ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് വരുവാണെങ്കിലും ഒക്കെ ഇവിടെ സെറ്റാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് എല്ലാം ഈ ഒരു ആനക്കുളത്ത് തന്നെയുള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് സപ്പോർട്ടും ഉണ്ടാവും. ഇവരെ നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലവും ഇവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ നിൽക്കുന്ന പ്രോപ്പർട്ടി തൊട്ടടുത്തായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റി. അങ്ങനെ റൂം എടുത്തേ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആനകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതൊരു നാട്ടിൽ പോയാലും അവിടുത്തെ ആളുകളുടെ കൂടെ നിൽക്കുന്ന സമയത്തെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറിയാൻ പറ്റും. മൊത്തം 5 ആനകളുണ്ട്, അതിനകത്ത് 2 കുട്ടികളാണ്. ഇവിടെ ആനകൾ വരുവാണെങ്കിൽ നമുക്ക് റോട്ടിൽ നിന്നാണ് കാണാൻ പറ്റുക. ഇവിടെ എല്ലാ സമയവും ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളെ ഫോറസ്റ്റ് ഗാർഡായിട്ടുള്ള തങ്കച്ചേട്ടൻ നമുക്ക് പറഞ്ഞുതരും. മഴക്കാലത്ത് വരുന്നതിനേക്കാളും കൂടുതൽ ആന വേനൽക്കാലത്താണ് വരുന്നത്. വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ അകത്ത് ഉപ്പിൻ്റെ രസമുണ്ടെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ അവർ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് നടന്ന് അടിക്കാൻ വരുന്ന അതേ മോഡലിൽ തന്നെയാണ് ആന കുത്തുകൂടി കൂട്ടമായിട്ടും ഒറ്റയ്ക്കും ഒറ്റയ്ക്കുമൊക്കെ വേനൽക്കാലം മുഴുവൻ ഇവിടെയുണ്ട്. പിന്നെ 100-150 ആനയുടെ കൂടുതൽ ഇവിടെ വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് മിക്കവാറും കാണും. ആന കൂടുതൽ വന്നു കഴിയുമ്പോൾ അടിയുണ്ടാവും. നമുക്ക് നാട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നാട്ടുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വരുന്നവരെ ഇവിടെ ഈ റോഡിന് മുകളിൽ നിർത്താനുള്ള കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നുണ്ട്. ഇവിടെ വന്ന് അവരുടെ വെള്ളം കുടിച്ചിട്ട് അവരവരുടെ വഴിക്ക് പോയിക്കോളും. നാട്ടുകാർ തന്നെ എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കും. ആ സെൻട്രൽ ഭാഗത്തു നിന്ന് കുമിളകളായിട്ട് വെള്ളം പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോളിലോട്ട് കുമ്പിക്ക് വെച്ചിട്ട്
അത് വലിച്ചു കുടിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ആനയുടെ ശേഷി അനുസരിച്ച് ഒരു 2 മിനിറ്റൊക്കെ ശ്വാസം പിടിച്ച് കഴിയുമ്പോൾ വലിച്ച് കിട്ടുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ താഴെയുള്ളൂ. അതിങ്ങനെ കുടിക്കുന്നത് നമുക്ക് ഒഴിച്ച് കുടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അളവ് ഏകദേശം മനസ്സിലാവും. വൈകുന്നേരം 5 മണിക്ക് വന്ന ആനകളാണ്. ഒരു 7 മണിയാവുന്ന സമയത്ത് ഞാൻ റൂമിൽ വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേറെ ആനകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. അപ്പോഴും നേരത്തെ കണ്ടിട്ടുള്ള അതേ ആനകൾ തന്നെ ഇപ്പോഴും വെള്ളം കുടിക്കുക. ഞാൻ ആലോചിച്ച് നോക്കുക, ഒരു 5 മണിക്ക് വന്നിട്ട് ഇപ്പം ഏകദേശം 9 മണിയായി. 4-5 മണിക്കൂർ സമയം ഇവരിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. എത്രമാത്രം വെള്ളം ഇവർ കുടിക്കുന്നുണ്ടാവും അല്ലേ. ഇവർ പോയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് കുറേ സമയം ഇവിടെ ഇരുന്ന് 1-2 ആളുകളൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിൽ ആനകളൊന്നും കുളിക്കാറില്ല. ഇവർ ഇവിടുന്ന് വെള്ളം മാത്രം കുടിക്കുകയുള്ളൂ. എന്നിട്ട് ഇതാ അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ മണ്ണെടുത്തിട്ട് അതുകൊണ്ടൊരു കുളിയും കുളിച്ചിട്ടാണ് കാട്ടിലേക്ക് പോവുക. എന്തായാലും ബീവറേജിൽ വന്ന് 2 എണ്ണം അടിച്ചു പോകുന്ന ഫീലില്ലേ, ആ ഒരു ഫീലാണ് ഇവിടുത്തെ ആനകൾക്ക് കിട്ടാറുള്ളതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും പറയുന്നത്. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.